ഓം നമോ ഭഗവതേ വാസുദേവായ. ത്വം ഭാവയോഗപരിഭാവിതഹൃത്സരോജ ആസേ ശ്രുതേക്ഷിതപദോ നനുനാദ പുംസാം യദ്യദ്യാദൗരുഗായ വിഭാവയന്തി തത്തദ്വപു പ്രണയസേ സദനുഗ്രഹായ. അല്ലയോ സർവസംരക്ഷക, ശാസ്ത്രങ്ങളെല്ലാം ബഹുവിധം കീർത്തിച്ചിടും വിഭോ. ഭക്തിമാർഗത്താൽ ഭവത്പ്രാപ്തി സാധിച്ചു സത്കഥ കേട്ടു ധരിച്ചു വേണ്ടും വിധം. തൃക്കഴലാശയിച്ചിടും ജനങ്ങൾ തന്നുൾക്കമലത്തിൽ വസിച്ചിടുന്നു ഭവാൻ. പേർത്തും തതിച്ചാനുരൂപരൂപത്തോടും പ്രത്യക്ഷനായങ്ങനുഗ്രഹിക്കുന്നിതേ. ഭഗവത് ഭക്തന്മാർ ഭഗവാന്റെ അനുഗ്രഹത്താൽ പരമാനന്ദം അനുഭവപ്പെടുന്നതുകൊണ്ട് കൃതാർത്ഥന്മാരായി തീരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ബ്രഹ്മാവ് സ്തുതിക്കുന്നു. ഹേ നാഥ, ഭക്തിയാകുന്ന ഉപായത്താൽ അങ്ങയെ പ്രാപിക്കാമെന്ന് കഥാശ്രവണാദികളിൽ നിന്ന് ധരിച്ചതിനാൽ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന പരമഭക്തരുടെ ഹൃദയപദ്മത്തിൽ നിന്ന് വിട്ടുപിരിയാതെ നിൻ തിരുവടി അവിടെ തന്നെ വസിക്കുന്നു. അങ്ങയുടെ അനന്തരൂപങ്ങളിൽ ഏതേതു രൂപത്തെ അവർ ദൃഢഭക്തിയോടെ ധ്യാനിക്കുന്നുവോ അതാതു രൂപത്തെ അവരെ അനുഗ്രഹിപ്പാനായിക്കൊണ്ട് അവർക്ക് പ്രത്യക്ഷപ്പെടുത്തി കൊടുക്കുന്നു. നാദി പ്രസീദതി തതോ ഭജിതോ ഭജാരൈരാരാധിതസുരഗണൈർഹൃദി ബദ്ധകാമൈഃ യത്സർവഭൂതദയയാ സദലഭ്യയൈകോ നാനാജനേഷ്വവഹിതഃ സുഹൃദന്ധരാത്മാ. ജീവജാലങ്ങളിലെല്ലാം വസിച്ചിടും സർവാന്തര്യാമിയായിടും തിരുമേനി. തെല്ലുമസജ്ജനത്തിന്നിയലാത്തതായുള്ള സർവപ്രാണികാരുണ്യവായ്പഴും ധന്യരെ നന്ദിച്ചിടുമ്പോൾ സകാമരാം വിണ്ണവരങ്ങേ ഉപചാരപൂർവകം. ആരാധനം വഴി പോലെ ചരിക്കിലും നേരെ അവരിൽ പ്രസാദിച്ചിടാ ഭവാൻ. ഭക്തന്മാരിൽ ഭഗവാന്റെ കാരുണ്യമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. ഫലം ആഗ്രഹിച്ച് ഭജിക്കുന്നതിനേക്കാൾ ഫലം ആഗ്രഹിക്കാതെ ഭജിക്കുന്നവരിലാണ് ഭഗവാൻ പ്രസാദിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നിഷ്കാമ ഭക്തി മാഹാത്മ്യത്തെ പറയുന്നു. സകല പ്രാണികളുടെയും ഹൃദയത്തിൽ അന്തര്യാമിയായി അവരുടെ ഉറ്റബന്ധുവായ ഭഗവാൻ സകല പ്രാണികളിലുമുള്ള ദയ കൊണ്ട് പരമപ്രേമ ലക്ഷണമായ ഭക്തിയോടുകൂടെ ഭജിക്കുന്നവരിൽ എപ്രകാരം പ്രസാദിക്കുന്നുവോ അപ്രകാരം മഹാസമൃദ്ധിയോടുകൂടെ ഉപചാരങ്ങളെക്കൊണ്ട് ആഗ്രഹമുള്ളവരായ ദേവസമൂഹങ്ങളാൽ പൂജിക്കപ്പെട്ടിരുന്നാലും അത്യന്തം പ്രസാദിക്കുന്നില്ല. സർവപ്രാണിവർഗത്തെ സർവാത്മന ആരാധിക്കുകയും അതിൽ നിന്ന് പ്രത്യേക ഫലം കാക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നിഷ്കാമ ഭജനം. പലവിധ നിവേദ്യങ്ങൾ കൽപ്പിച്ച് ഉദ്ദിഷ്ട ഫലപ്രാപ്തി പ്രാർത്ഥിച്ച് ഭഗവാനെ ഭജിക്കുന്നതാണ് സകാമ ഭജനം. നിഷ്കാമ ഭക്തർ ഭഗവത് കാരുണ്യം അധികം അർഹിക്കുന്നു എന്ന് സാരം. പുംസാമധോ വിവിധ കർമ്മഭിരധ്വരാധ്യൈർദാനേന ചോഗ്രതപസ വ്രതചര്യയാ ച ആരാധനം ഭഗവതസ്തവ സത്ക്രിയാർത്ഥോ ധർമ്മോർപ്പിതഃ കർഹി ഛിദ്രിയധേന ആകയാൽ വൻതപം യാഗമിവയാലുമേകാദശ്യാദി വ്രതചര്യയാലുമേ സിദ്ധമാവാനാരുമാശിച്ചിടും ഫലം ദൈത്യശത്രോ തവ കാരുണ്യമെന്നിയേ ലഭ്യമല്ലേതുമൊരിക്കലും അങ്ങയിലർപ്പിത കർമ്മങ്ങൾ നിഷ്ഫലമായിടാം. സകാമകർമ്മം ആ ഫലം സിദ്ധിക്കുന്നതോടെ നശിച്ചു പോകുന്നു. അതിനാൽ കർമ്മകുശലന്മാരായ വിവേകികൾ ഫലകാംക്ഷ കൂടാതെ സകല കർമ്മങ്ങളെയും ഭഗവാന്റെ പ്രസാദത്തിനായി സമർപ്പിക്കുന്നു. സഖാമന്മാരിൽ ഭഗവാൻ അതിപ്രസന്നനല്ലെന്ന കാരണം കൊണ്ട് വിവേകികളായ ജനങ്ങൾ നടത്തുന്നതായ യാഗാദികളായ ബഹുവിധ കർമ്മങ്ങൾ കൊണ്ടും ദാനം കൊണ്ടും കൃഷ്ണം ചാന്ദ്രായണം മുതലായ കഠിന തപസ്സുകൊണ്ടും ഏകാദശി മുതലായ വ്രതാനുഷ്ഠാനം കൊണ്ടും അവർക്ക് സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പരമഫലം
ഭഗവാന്റെ പ്രസാദം മാത്രമാകുന്നു. അങ്ങയിൽ സമർപ്പിക്കപ്പെടുന്നതായ ലൗകികമായും അലൗകികമായുമുള്ള സകല കർമ്മവും ഒരു കാലത്തും നശിക്കുന്നില്ല. ശശ്വത്സ്വരൂപമഹസൈവ നിബീതഭേദമോഹായ ബോധദിശണായ നമഃ പരസ്മൈ വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരാസായ തേ നമൈധം ചക്രമേശ്വരായ. മോഹാന്ധകാരസ്വരൂപമഹസിനാൽ സംഹരിച്ചിട്ടു ചൈതന്യധീയൊത്തു താൻ മിന്നും പരമപുരുഷനാമങ്ങയെ ഇന്നു നമസ്കരിച്ചിടുന്നു ഞാനിതാ. സൃഷ്ടിസ്ഥിതിലയ ഹേതുവാം നിന്മായ കാട്ടും കളിയോടു കൂടിയിടുമീശനായി പ്രാകൃതന്മാരിൽ നിന്നേറെ വിലക്ഷണനാകും ഭവാനെ നമിക്കുന്നു പിന്നെയും. പരമാനന്ദ സ്വരൂപനായ ഭഗവാനെക്കുറിച്ച് പൂജസ്തോത്രാദികൾ ചെയ്യുവാൻ അശക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് 6 ശ്ലോകങ്ങളിലായി ബ്രഹ്മാവ് ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. എപ്പോഴുമുള്ള സ്വരൂപശോഭയാൽ തന്നെ ഭേദമോഹങ്ങൾ നശിപ്പിക്കപ്പെട്ട് ചൈതന്യബുദ്ധിയോടുകൂടിയ പരമപുരുഷന് നമസ്കാരം. വിശ്വത്തിൻ്റെ ഉദ്ഭവം, സ്ഥിതി, ലയം ഇവയിൽ കാരണബോധയായ പ്രകൃതിയുടെ ലീലാവിലാസങ്ങളോടുകൂടിയ ഈശ്വരനായിക്കൊണ്ട് ഈ നമസ്കാരത്തെ ചെയ്യുന്നു. യസ്യാവതാര ഗുണകർമ്മ വിഡംബനാനി നാമാനി യേസു വിഗമേ വിവശാ ഗൃണന്തി തേനേകജന്മശമലം സഹസൈവ ഹിത്വാ സംയാന്ത്യവാവൃതമൃതം ദമജം പ്രപദ്യേ. പ്രാണവിയോഗകാലത്തവശസ്ഥിതിയാണെങ്കിലും ഭവന്നാമഗുണങ്ങളെ കീർത്തനം ചെയ്യുന്നവർ തദ്ദുരിതങ്ങൾ അസ്തമിപ്പിച്ചിട്ടപാവൃതമായിടും. സത്യമാം വസ്തുവിലെത്തുന്നിതേ ജന്മമറ്റ ഭവാനെ നമസ്കരിക്കുന്നു ഞാൻ. പ്രാണവിയോഗകാലത്തിൽ യാതൊരുത്തർ അവശന്മാരായിട്ടെങ്കിലും ഭഗവാന്റെ അവതാരങ്ങളുടെയും ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും നാമങ്ങളെ കീർത്തിക്കുന്നുവോ അവർ അനേക ജന്മ ദുരിതത്തെ അനായാസേന ഉപേക്ഷിച്ചിട്ട് നാശരഹിതമായ പാദപദ്മത്തെ പ്രാപിക്കുന്നു. ഭഗവാന്റെ അവതാരവും ലോകസൃഷ്ട്യാദി ലീലകളും ജീവാനുഗ്രഹത്തിനു വേണ്ടിയിട്ടാണെന്ന് സാരം.